ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്ക് നല്ലൊരു ഹെയർ ടിപ്പാണ്. പേക്കൊന്നുമല്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും മുടി കൊഴിച്ചിൽ വളരെയധികം കൂടുതലായിട്ട് വരണം. പോരാതെ നമുക്ക് മഞ്ഞ സീസണിൽ പറയേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അത് സിമ്പിളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് നെല്ലിക്ക. നെല്ലിക്ക ഇപ്പോൾ ചീപ്പ് റേറ്റാണ്. 4 കിലോ 100 രൂപയ്ക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് സിറം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കാം. പേക്കാകുമ്പോൾ ഒരു ദിവസത്തേക്കല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സിറമൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ നാളത്തേക്ക് നമുക്ക് ആക്കി വയ്ക്കാനായിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടി കറുപ്പാക്കാനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോവല് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ നെല്ലിക്ക തന്നെ ധാരാളം. നമ്മുടെ തലയിൽ ഇരുമ്പിൻ്റെ സത്ത് കുറയുമ്പോഴൊക്കെ നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവും. പല കാരണങ്ങൾ കൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാവാം. അപ്പോൾ ഇരുമ്പിൻ്റെ സത്ത് കൊണ്ടാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ മാറ്റിയെടുക്കാവുന്ന ഒരു കാര്യമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ തലയിലേക്ക് പാക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഇതുകൊണ്ടുള്ള ജ്യൂസ് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചോളൂ. അപ്പോൾ ഇത് എങ്ങനെ ജ്യൂസ് അടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2, 3 നെല്ലിക്ക എടുത്തിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നമ്മൾ വെറും വയറ്റിലോ അതായത് നിങ്ങൾ സൗകര്യം പോലെ എപ്പോഴാണെങ്കിലും കഴിച്ചാൽ നമുക്ക് ഉള്ളിലോട്ട് നല്ല ഇരുമ്പ് സത്ത് നമുക്ക് ചെല്ലും. മഞ്ഞൾപ്പൊടി നമ്മുടെ വയറ് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ടാണ്. വയറ്റിൽ എന്തെങ്കിലും അഴുക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പോകാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി അതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വയറ്റിലേക്കും ഇരുമ്പിൻ്റെ ആ സത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിനും ഇരുമ്പ് കൊണ്ടുണ്ടാവുന്ന ആ ഒരു ദോഷങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ നമ്മൾ വളമാണ് ഇട്ട് കൊടുക്കുന്നത്. മുടിക്കുള്ള വളമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഹെയർ പാക്കിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ ഹെയർ സിറത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു കാര്യം കൂടി ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിലേക്കുമായി നമുക്ക് ശരീരത്തിലേക്കും നല്ലൊരു സെറ്റപ്പായി കിട്ടും. നമ്മൾ അയ്യണ്ട ഗുളികളൊക്കെ നമ്മൾ കുറേ മേടിച്ച് കഴിക്കണില്ലേ, അതൊന്നും കഴിക്കാതെ തന്നെ നമുക്ക് ശരീരത്തിലോട്ട് ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി ദിവസത്തിൽ. പല്ല് പുളിക്കുക എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജ്യൂസ് ആക്കിയിട്ട് കുടിക്കാമല്ലോ. കടിച്ച് തിന്നുമ്പോഴാണ് പ്രശ്നം. എനിക്കൊക്കെ കടിച്ച് തിന്നുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ ഞാനിവിടെ 2 നെല്ലിക്ക എടുത്തിട്ട് ജ്യൂസ് ആക്കിയിട്ട് കുടിക്കാം കേട്ടോ. അപ്പോൾ ഇനി വാദത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ ഈ ജ്യൂസ് ആഴ്ചയിൽ 1 വട്ടം കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ വേദനകൾ കൂടി വരും. അത് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കേട്ടതാണ്. എനിക്കത് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ സ്ഥിരം കഴിച്ചിരുന്നതാണ് കേട്ടോ. പക്ഷേ ഇത് അതുകൊണ്ട് ഇങ്ങനൊരു ദോഷം ഉണ്ടാവും എന്നുള്ളത് പിന്നീട് അറിഞ്ഞത്. അപ്പോൾ നമ്മുടെ സന്ധിവാതം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, അത് നമുക്ക് വേദനകൾ കൂടി വരും. അങ്ങനെയുള്ളവർ ആഴ്ചയിൽ 1 പ്രാവശ്യമേ കഴിക്കണ്ടൂ കേട്ടോ. അല്ലാത്തവർക്ക് ഡെയിലി നമുക്ക് ഈ ഒരു ജ്യൂസ് കുടിക്കാം. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ വീഡിയോ തയ്യാറാക്കണമെന്ന് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ചെറിയൊരു ബീട്രൂട്ട്, സവാള, 2 നെല്ലിക്ക, കറ്റാർവാഴ. നെല്ലിക്ക നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടിയെടുക്കുന്നതാണ്. സവാളയും അതുപോലെ തന്നെ മുടിയുടെ വളർച്ച കൂട്ടും. കറ്റാർവാഴയും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം കൂടിയിട്ട് എല്ലാ ഗുണങ്ങളും ഒരുമിച്ച് കിട്ടുമ്പോൾ നമ്മുടെ ഹെയറിനെ നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. നല്ലപോലെ അരിച്ചെടുക്കുകയാണ് കേട്ടോ. തുണിയിൽ വെച്ച് അരിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ സിറം ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ആക്കി വെച്ചേക്കാണ്. നമ്മുടെ ഇതിൽ ബീട്രൂട്ട് എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് മുടിക്കൊരു നര വരില്ലേ, അതൊക്കെ കുറയ്ക്കാനായിട്ട് നെല്ലിക്കയും ബീട്രൂട്ടും അടിപൊളിയാണ്. ബീട്രൂട്ട് നമ്മൾ ഉപ്പേരി വെച്ച് കഴിക്കാനും അതുപോലെ തന്നെ ഫേസ് പാക്കിനും മാത്രമല്ല നമ്മുടെ തലമുടിക്കും നല്ലതാണ് കേട്ടോ. ചിലവർക്ക് ഇപ്പോൾ നമ്മൾ കടയിലൊക്കെ പോയിട്ട് ഒരു കളർ കൊടുക്കണില്ലേ, ഈ ഒരു ബർഗണ്ടി കളർ കൊടുക്കണില്ലേ, അതൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ സിറാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഹെയർ സിറാണ്, ഹെയർ പ്രോട്ടീനാണ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ വെറുതെ സ്പ്രേ അടിച്ച് കൊടുക്കാൻ വേണ്ട കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് നമ്മുടെ ചെമ്പരത്തിയുടെ ഒരു സിറം. ഇത് ചെമ്പരത്തിയും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയും മുടി വളർച്ചയ്ക്കും മുടി കറുപ്പാക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കുളിക്കഴിഞ്ഞതിന് ശേഷം അടിച്ചു കൊടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ മുടി ഭയങ്കര സ്മൂത്തായിട്ട് കിട്ടും. നമ്മുടെ മുടി ഇങ്ങനെ പാറി പറന്നൊന്നും നിൽക്കില്ല. നല്ല സ്മൂത്തായിട്ടും നല്ല ഗ്രോത്തോട് കൂടിയിട്ടൊക്കെ വളരാനൊക്കെ ആയിട്ടും വളരെ നല്ലതാണ് കേട്ടോ. പലർക്കും ചോദിക്കാം, ഇപ്പോൾ ഈ പറയുന്ന ചേച്ചിയുടെ മുടി ഇത്രയ്ക്കേ ഉള്ളൂ എന്ന്. ചേച്ചി ഇങ്ങനെ മുടി വെട്ടി നിർത്തിയേക്കാണ് കേട്ടോ. ഇപ്പോൾ ചേച്ചി മുടിയൊക്കെ വളർത്തിയിട്ട് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചേച്ചിക്ക് ഇങ്ങനെ മുടി ഇതേപോലെ കൊണ്ടു നടക്കാനാണ് താല്പര്യം. അപ്പോൾ ഞാൻ ഇത്രയ്ക്ക് ആക്കി നിർത്തിയേക്കാണ്. അപ്പോൾ ഉള്ളത് നല്ല കനത്തിൽ കിടക്കുകയും ചെയ്യും. നമ്മുടെ മുടിക്ക് കുറേ വളരണം എന്നല്ല, മുടി നരയ്ക്കാതെയും അതുപോലെ തന്നെ കൊഴിഞ്ഞു പോകാതെയും നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ എൻ്റെ മുടി ഇതുവരെ നരച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഒരെണ്ണം പോലും നരച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ കറിവേപ്പിൻ്റെ ഇല പാക്കും അതുപോലെ തന്നെ നെല്ലിക്കയുടെ ഒക്കെ കഴിക്കണോണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു മുടിക്ക് ദോഷം വരാതെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ അനാവശ്യ ടെൻഷനുകളില്ലേ,
ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. അത് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കുത്തിയിരുന്ന് ആലോചിച്ചുകൊണ്ട് ആ ടെൻഷനിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല. അത് നമ്മുടെ ശരീരത്തെയാണ് വളരെയധികം ബാധിക്കുന്നത്. ശരീരത്തിൽ വേദനകൾ, അനാവശ്യമായിട്ടുള്ള വേദനകൾ എത്ര ഡോക്ടറെ കാണിച്ചിട്ടായാലും ആ ഒരു കാര്യത്തിന് മാറ്റം ഉണ്ടാവില്ല. നമ്മൾ വേദനയുടെ ഗുളിക കഴിക്കുമ്പോൾ ഒരാശ്വാസം അത്രയേ ഉള്ളൂ. പിറ്റേ ദിവസത്തേക്ക് നമുക്ക് വീണ്ടും നമ്മുടെ മനസ്സ് ഒന്ന് ക്ലിയർ ആക്കി എടുത്താൽ തന്നെയാണ് നമുക്ക് ഒത്തിരി ഗുണം കിട്ടുക. നമ്മുടെ മുഖത്തിനായാലും ശരീരത്തിനായാലും തലമുടിക്കായാലും ഒത്തിരി ഗുണം കിട്ടുക. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ശരീരത്തിനെയും ബാധിക്കും, മുടി കൊഴിച്ചിലും കൂടും, മുടി നരച്ച് തവിട് പൊടിയാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ അവർക്ക് ടെൻഷൻ കൊണ്ടല്ല, പാരമ്പര്യമായിട്ട് കിട്ടുന്നതുണ്ടാവാം. അല്ലാത്തവർക്ക് ജോലി സംബന്ധമായ ടെൻഷനും കാര്യങ്ങളും വീട്ടിലത്തെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും. എല്ലാം നമ്മൾ തരണം ചെയ്യണം. എന്തായാലും നമ്മൾ തരണം ചെയ്തിട്ട് ഇനി നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോവുള്ളൂ. അപ്പോൾ അത് നമ്മൾ ആലോചിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. വരണോടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോയി എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കുറേയൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചെടുക്കാമെന്നാണ് എൻ്റെ ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരാനുള്ളത് എന്തായാലും വരും. അത് വഴിയിലൊന്നും നിൽക്കില്ല. നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് വരും. അതിപ്പോൾ ആരെയും കൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഉള്ള കാലം നമുക്ക് നല്ല രീതിക്ക് അങ്ങോട്ട് പോവുക. അപ്പോൾ ഇതൊരു നല്ല ഇത് രണ്ടും നല്ലൊരു സിറാണ് കേട്ടോ. പിന്നെ നമ്മൾ നെല്ലിക്ക കൊണ്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെല്ലിക്ക ഒരു 2-3 നെല്ലിക്ക എടുക്കുക. നെല്ലിക്ക എടുത്തിട്ട് നമ്മൾ നാളികേരപ്പാലില്ലേ, നാളികേരപ്പാലും കൂടിയിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അത് നമുക്ക് തലമുടിക്ക് കൊടുക്കാവുന്ന നല്ലൊരു ഹെയർ പാക്കാണ്. പാക്കായിട്ടല്ല, അത് നമുക്കിങ്ങനെ വെള്ളം പോലെയല്ലേ കിട്ടുക. അപ്പോൾ തലമുടിക്ക് നല്ല പോലെ തേച്ച് കൊടുത്ത് അടിപൊളിയാക്കിയിട്ട് മുടീനെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. തേങ്ങാപ്പാലിൽ അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ തേക്കണം. തേങ്ങാപ്പാലിൽ ഒത്തിരി ഒരു വെളിച്ചെണ്ണയുടെ അംശം ഉള്ളത് കൊണ്ട് നമ്മൾ വല്ലാതെ വെളിച്ചെണ്ണയൊന്നും കയറ്റണ്ട. തലയിൽ ഒന്നാമത് വെളിച്ചെണ്ണ തേക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് താരനുള്ള ആൾക്കാരാണെങ്കിൽ ഉണ്ടല്ലോ, ഈ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ട് നമ്മളവരെ പുഷ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ തലമുടിക്ക് നിങ്ങൾ വെളിച്ചെണ്ണ കുറച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് താരൻ്റെ അംശം വളരെയധികം കുറഞ്ഞ് കിട്ടും. നമ്മൾ ഇന്നൊരു പാക്ക് ഇട്ടു, നാളെ കുറേ വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ അവൻ ഇത്തിരി കോളം ഉണ്ടായിരുന്ന ഒരു ദിവസം കൊണ്ട് നമ്മൾക്ക് കുറച്ചിട്ടുണ്ടായിരിക്കും, നാച്ചുറൽ പാക്കുകളിലൊക്കെ കുറച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ വീണ്ടും നമ്മൾ വളം ഇട്ട് കൊടുക്കുകയാണ് തലയ്ക്ക്, എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വളം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവൻ വീണ്ടും അന്തസ്സായിട്ട് വളരും കേട്ടോ. അപ്പോൾ ഇരട്ടിയായിട്ട് താരൻ പറ്റയൊക്കെ ആയിട്ട് വരും. അത് പിന്നെ മുഖത്തേക്കും കണ്ണിലേക്കൊക്കെ എടുക്കുമ്പോഴാണ് നമ്മളത് അറിയുന്നത്. അപ്പോൾ എണ്ണ തേക്കുകയാണെങ്കിൽ അന്ന് ഷാമ്പു ഇടാനായിട്ട് നോക്കുക. സ്കാൽപ്പ് നല്ല ക്ലീൻ ചെയ്ത് വെക്കുക, എപ്പോഴും നല്ല ക്ലീൻ ചെയ്ത് വെക്കുക. പിന്നെ ഇതേപോലുള്ള സ്പ്രേകളൊക്കെ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഈ ചില കുട്ടികൾക്ക് ജനിച്ചപ്പോൾ തൊട്ട് ഈ ബ്രൗൺ കളറ് മുടിക്കുണ്ടാവുമല്ലോ, കറുപ്പ് നമ്മളെങ്ങനെ മുടി വടിച്ചിട്ടായാലും വരാതിരിക്കണ ഒരു ടൈമുണ്ട്. അപ്പോൾ അവർക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരും നെല്ലിക്കയും കൂടിയിട്ട് അരച്ചിട്ട് നമുക്ക് തലയിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാളെ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രൗൺ കളറിൽ നിന്ന് മാറി നല്ലൊരു കറുപ്പ് നിറത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ആ ഒരു പാക്ക് സഹായിക്കും കേട്ടോ. പിന്നെ ഈ തുമ്മൽ, അലർജി അങ്ങനത്തെ പ്രശ്നമുള്ളവരൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. ഞാനിവിടെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എല്ലാതും അവിടെ പോയിട്ട് ചെയ്യണമെന്നില്ല. അവരവരുടെ തലയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ സ്വയം തന്നെ അറിയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുക. എനിക്ക് പാക്കോട് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ വക സ്പ്രേകൾ. അപ്പോൾ ഇതുകൊണ്ട് എനിക്കാകുമ്പോൾ തുമ്മലിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെ തുമ്മൽ ഇടയ്ക്കും തലയ്ക്കൊക്കെ വരും, അത് വരണം, അത് വഴിക്ക് പോവും. അല്ലാതെ നമുക്ക് വേറൊരു ബുദ്ധിമുട്ടും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ട് ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ ചായലയുടെ സ്പ്രേ, ഇതും മുടി കറക്കാനും നരേനെ കോടിപ്പിക്കാനും ചായലയുടെ ആ ഒരു കറുപ്പ് നിറം നമ്മുടെ ഇത് അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ചായലയുടെ കറ, അത് നമുക്ക് തലയിലേക്ക് പിടിച്ച് തന്നെ നമ്മുടെ മുടീനെ കറുപ്പ് നിറത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഈ വളർന്ന് വരുന്ന കുഞ്ഞ് ഇതൊക്കെ ഉണ്ടല്ലോ, മുളച്ച് വരുമ്പോഴേ നരച്ചിട്ട് വരുന്നതൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമുക്ക് സാധാരണ നാച്ചുറലായിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കി, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ മുടിക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ നെല്ലിക്ക വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ടിപ്പാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം മുടിക്കൊക്കെ നല്ല രീതിക്ക് നല്ലൊരു ഹെയർ ടോണുകളാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്പ്രേ അടിച്ച് കൊടുക്കുക, നല്ലൊരു മസാജ് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരമെങ്കിലും ഏത് സ്പ്രേ അടിച്ചിട്ടായാലും നല്ലൊരു മസാജ് കൊടുക്കുക. അതേപോലെ തന്നെ പാക്ക് ഇടാൻ പറ്റുന്നവരാണെങ്കിൽ അത് പാക്ക് ഇട്ടിട്ട് നല്ല രീതിക്ക് മസാജ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുടിയിലേക്ക് നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.